കെ ജയകുമാർ IAS തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാകും. ശബരിമലയിലുണ്ടായ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് നിയുക്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ശബരിമല സ്വർണ്ണക്കവർച്ച വിവാദത്തിൽ ദേവസ്വം ബോർഡിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് ഭരണ മാറ്റം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ഡോക്ടർ കെ ജയകുമാർ IAS ചുമതലയേൽക്കും. ശബരിമല സ്വർണ്ണക്കവർച്ച വിവാദത്തിൽ ദേവസ്വം ബോർഡിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് പൊതുസമ്മതനായ മുൻ ചീഫ് സെക്രട്ടറിയെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് സർക്കാർ കൊണ്ടുവരുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം തിങ്കളാഴ്ച ഉണ്ടാകുമെന്നാണ് വിവരം. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയോഗിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കെ ജയകുമാർ പ്രതികരിച്ചു. ശബരിമലയിലുണ്ടായ സ്വർണ്ണക്കവർച്ച സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കും. ശബരിമലയിലെ സുഗമമായ മണ്ഡലകാല തീർത്ഥാടനത്തിനാണ് മുൻഗണന നൽകുന്നതെന്നും കെ ജയകുമാർ പ്രതികരിച്ചു. ഇതൊരു നിയോഗമായിട്ട് ഞാൻ കാണുകയാണ്. ഒരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കുകയാണ് ഗവൺമെന്റും അതിന്റെ പിന്നിൽ ഭഗവാനും എന്നാണ് വിചാരിക്കുന്നത്. ഈ സീസൺ നന്നായിട്ട് നടത്താൻ, അതല്ലെങ്കിൽ പിൽഗ്രിമേജ് നന്നായിട്ട് നടത്താൻ എന്തെല്ലാം ചെയ്യണമോ ഒരു കുറ്റമറ്റ രീതിയിൽ നടത്തണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ സംഭവിച്ചതുപോലെയൊന്നും സംഭവിക്കാതിരിക്കാൻ നിയമപരമായും നടപടിക്രമങ്ങളിലുമൊക്കെ എന്തൊക്കെ മാറ്റം വേണം അതൊക്കെ നമുക്ക് പതുക്കെ ചെയ്യും. ഇപ്പോൾ ജനുവരി 15-ന് നമ്മൾ മകരവിളക്ക് വരെ ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ കാരണം ലക്ഷോപലക്ഷം ആളുകൾ വരുന്ന സമയത്ത് അതിനാണ് പ്രയോറിറ്റി. അതേസമയം കെ ജയകുമാർ പ്രസിഡന്റ് ആകുന്നതിൽ സന്തോഷമുണ്ടെന്ന് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ അനുഭവ പാരമ്പര്യവും പരിജ്ഞാനവും ദേവസ്വം ബോർഡിന് മുതൽക്കൂട്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അനുഭവ പാരമ്പര്യമുള്ള ജയകുമാർ സാറിനെ പോലുള്ള ഒരാളിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയത് അഭിമാനകരവും സന്തോഷകരവുമാണ്. പ്രത്യേകിച്ച് ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവം പടിവാതിൽക്കൽ എത്തി നിൽക്കെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന 3 വർഷം മണ്ഡല മകരവിളക്ക് മഹോത്സവം സംഘടിപ്പിച്ച അനുഭവ പാരമ്പര്യം അദ്ദേഹത്തിന് മുതൽക്കൂട്ടാവും. ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ രൂപകൽപ്പന ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയത് കൂടുതൽ ശബരിമലയുടെ അടിസ്ഥാന വികസനങ്ങൾക്ക് ഊർജ്ജം പകരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പല നേതാക്കളുടെ പേര് ഉയർന്നു വന്നുവെങ്കിലും ഒടുവിൽ കെ ജയകുമാറിനെ നിയമിക്കാമെന്ന് തീരുമാനമെടുക്കുകയായിരുന്നു. ഈ മാസം 12-നാണ് നിലവിലെ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നത്. ജനം, തിരുവനന്തപുരം.